absolute maxima and minima. Absolute maxima and minima. അതായത് ഞാൻ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതായത് റിലേറ്റീവ് എക്സ്ട്രീമ, റിലേറ്റീവ് മിനിമം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അയൽവക്കത്തൊക്കെ നോക്കുമ്പോൾ ഏറ്റവും വലുത് റിലേറ്റീവ് മാക്സിമ, അയൽവക്കത്തൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ചെറുത് റിലേറ്റീവ് മിനിമ. റിലേറ്റീവ് മാക്സിമ, റിലേറ്റീവ് മിനിമ, റിലേറ്റീവ് എക്സ്ട്രീമോ നമ്മൾ ഒരുമിച്ച് പറയും. നമ്മൾ ഈ റിലേറ്റീവ് മാക്സിമം എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ കൂട്ടത്തിൽ ഏറ്റവും വലുതിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് അബ്സല്യൂട്ട് മാക്സിമം എന്നും, റിലേറ്റീവ് മിനിമം എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് അബ്സല്യൂട്ട് മിനിമം എന്നും ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ല. ഞാൻ ഇപ്രാവശ്യം അത് ഞാനത് കാണിച്ചിരുന്നു. റിലേറ്റീവ് മാക്സിമ ആൻഡ് റിലേറ്റീവ് മിനിമ, റിലേറ്റീവ് മിനിമ, റിലേറ്റീവ് മാക്സിമയില് ഏറ്റവും വലിയ മാക്സിമ ഈസ് കോൾഡ് അബ്സല്യൂട്ട് മാക്സിമ, ഏറ്റവും ചെറിയ മിനിമ ഈസ് കോൾഡ് യുവർ അബ്സല്യൂട്ട് മിനിമ. ഇതാണ് ഡെഫിനിഷൻ. Okay. We say that f has an absolute maximum at x naught if f of x less than or equal to f of x for all x in the interval. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെല്ലിൽ ഉള്ള എല്ലാവരെക്കാൾ വലുതാണ് എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എങ്കിൽ എക്സ് നോട്ട് ആണ് അബ്സല്യൂട്ട് മാക്സിമം. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ ആണ് എല്ലാവരെക്കാൾ ചെറുതെങ്കിൽ ആ പോയിന്റ് ആണ് അബ്സല്യൂട്ട് മിനിമം. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അബ്സല്യൂട്ട് എക്സ്ട്രീമം എന്ന് നമ്മൾ പറയും. വെരി നൈസ്. കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ഈ പോയിന്റ് വെച്ച് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഞാൻ പറയാം. ഡിഫൈൻ അബ്സല്യൂട്ട് മാക്സിമ, ഡിഫൈൻ അബ്സല്യൂട്ട് മിനിമ എന്നോ ഡിഫൈൻ റിലേറ്റീവ് എക്സ്ട്രീമ, റിലേറ്റീവ് മാക്സ്ട്രീമ എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കുന്നത് എഫ് ഡാഷ് 0 ആകുമ്പോഴെന്ന് വേണമെന്ന് നിങ്ങൾ എഴുതി വെക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ എഴുതരുത്. ആ എഴുതിയിരിക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. ഒരിക്കലും ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകളല്ല റിലേറ്റീവ് മാക്സിമ അല്ല, റിലേറ്റീവ് മിനിമ അല്ല. ചില സ്ഥലങ്ങളിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും എക്സ്ട്രീമം സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പടത്തിൽ കൂടെ. ഇങ്ങനെ കൂർപ്പ് വരികയാണെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമം സംഭവിക്കും. അപ്പോ ഈ ഒരു ഡെഫിനിഷൻ തന്നെ റിലേറ്റീവ് എക്സ്ട്രീമോ അബ്സല്യൂട്ട് എക്സ്ട്രീമോ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം. ഒരു കാരണവശാലും ആ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് ആണ് എക്സ്ട്രീമം പോയിന്റ് എന്ന് എഴുതരുത്. അത് തെറ്റാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകും. ഒരു കാരണവശാലും ഇത് ചെയ്യും. അപ്പൊ ഇതാണ് എനിക്ക് വേണ്ട ഡെഫിനേഷൻ. റിലേറ്റീവ് എക്സ്ട്രീമത്തിന്റെ ഡെഫിനേഷൻ ഒരു നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്നതിനേക്കാൾ എപ്പോഴും വലുതായിരിക്കണം. അങ്ങനെയാണ് റിലേറ്റീവ് മാക്സിമം. ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിനേക്കാൾ ചെറുതായിരിക്കണം. റിലേറ്റീവ് മിനിമം. ആ കൂട്ടത്തിലെ ഏറ്റവും വലുത് അബ്സല്യൂട്ട് മാക്സിമം, ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമം. കഴിഞ്ഞു. 1 മാർക്കാണ്. ഡെഫിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു തിയറമാണ്, പ്രൂഫ് ഇല്ല. ഇതിന് തിയറമാണ്, പ്രൂഫ് ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്നുള്ള സെൻസ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ഇസ് സ്റ്റേറ്റ് എക്സ്ട്രീം വാല്യൂ തിയറം? എന്താണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത് നോക്കാം. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ എ ഫൈനൈറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ. ഒരു ഫംഗ്ഷൻ ഇതേപോലെ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ, ഫൈനൈറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്നവർ ഉദ്ദേശിക്കുന്നത് എയുടെയും ബിയുടെയും സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇൻഫിനിറ്റി ഒന്നും കൊടുത്തു കളയരുത്, എൻഡ് പോയിന്റ് ഇൻഫിനിറ്റി ഒന്നും ആയി കളയരുത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ജോമെട്രിക്കലി കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. എ തൊട്ട് ബി വരെ അയാൾ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവെല്ലിൽ എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് മിനിമോ ഉറപ്പായിട്ടും കാണും. ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ഉറപ്പായിട്ടും ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ അകത്ത് തന്നെ ഒരു അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ടായിരിക്കും. അതുണ്ടാകാതെ ഇരിക്കില്ല.
വീണ്ടും പറയുന്നു, ക്ലോസ്ഡ് ഇന്റർവെല്ലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ, ദെൻ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ അകത്ത് ആ ഫംഗ്ഷൻ ഒരു അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും കാണും, യാതൊരുവിധ സംശയവും വേണ്ട. ഇതാണ് എക്സ്ട്രീം വാല്യൂ തിയറം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള തിയറമാണ് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള തിയറം. ഈ തിയറത്തിന് പലപ്പോഴും എക്സിസ്റ്റൻസ് തിയറം എന്ന് പറയാറുണ്ട്. ചില ഫംഗ്ഷനെല്ലാം നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഫംഗ്ഷനുകളുണ്ട്. ഇവര് പറയുന്നത് ആ ഉറപ്പ് തരികയാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പാണ് അവിടെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണും. ഇനി അടുത്ത തിയറം, ഇഫ് എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് എക്സ്ട്രീമം ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ. ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ അബ്സല്യൂട്ട് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ, ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷന് അബ്സല്യൂട്ട് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ, അതായത് അബ്സല്യൂട്ട് മിനിമം ആയാലും മാക്സിമം ആയാലും, അത് സംഭവിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും. ഇത് പിന്നെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആവും. കാരണം ആ ഷേപ്പ് അങ്ങനെയല്ലേ. ക്രിട്ടിക്കൽ. ഇനി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ആണെങ്കിലും ചിലപ്പോഴൊക്കെ ആ കൂർപ്പ് വന്നു കഴിഞ്ഞാലും എന്ത് വരാറുണ്ട്? നമ്മളെ ആബ്സല്യൂട്ട് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പഠിച്ച കാര്യം അവർ വീണ്ടും പറയുന്നതേ ഉള്ളൂ, അല്ലാതെ പുതുതായിട്ടൊന്നുമില്ല. അബ്സല്യൂട്ട് എക്സ്ട്രീമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? ഒന്നുകിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റോ, അല്ല എങ്കിൽ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റോ ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? അബ്സല്യൂട്ട് എക്സ്ട്രീമം സംഭവിക്കാൻ പോകുന്നത്. ഡൺ. നിങ്ങളോട് ഇനി ചോദിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും, അയാളുള്ള ഇന്റർവെല് തരും. ആ ഇന്റർവെല്ലില് ആ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഇന്റർവെല്ലില് ആ ഫംഗ്ഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും, ഒരു ഇന്റർവെല്ല് തരും. നിങ്ങൾക്ക് ആ ഇന്റർവെല്ലിലുള്ള ആ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഇന്റർവെല്ലിലുള്ള ആ ഫംഗ്ഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡൺ. അപ്പൊ നമ്മള് അതിലേക്ക് വേണ്ടി പോവുകയാണ്. ശരി. അപ്പൊ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അത് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് എക്സ്ട്രീമ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എവിടെ? ക്ലോസ്ഡ് ഇന്റർവെല്ലിലുള്ള ഫംഗ്ഷന്റെ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റും പിന്നെ എന്താണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻഡ് പോയിന്റ് ആയ എയിനെയും ബിയിനെയും കൂടെ ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂട്ടത്തിൽ കൂട്ടിയേക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റും ആയിരിക്കും. അവരെല്ലാവരും എടുത്തോ, അതിന്റെ കൂട്ടത്തിൽ എയും ബിയും കൂടെ കൊടുത്തിരിക്കും. എന്നിട്ട് അവരെ എല്ലാവരെയും ക്രിട്ടിക്കൽ പോയിന്റിനെയും എയിനെയും ബിയിനെയും എല്ലാത്തിനെയും ഫംഗ്ഷനിലെടുത്ത് കൊടുക്കും. അങ്ങനെ ഫംഗ്ഷനിലെടുത്ത് കൊടുക്കുമ്പോൾ അത് കുറെ വാല്യൂ തരും. അത് തന്ന വാല്യൂകളിൽ ഏറ്റവും വലുത് ആണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമം. അത് തന്ന പോയിന്റുകളാണ് അബ്സല്യൂട്ട് മാക്സിമവും മിനിമം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആ ഫംഗ്ഷൻ എടുക്കുക, അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂടെ എൻഡ് പോയിന്റുകളായ എയും ബിയും കൂടെ ഉൾപ്പെടുത്തിയേക്കുക. അവരെ എല്ലാവരെയും ഫംഗ്ഷനിലെടുത്ത് കൊടുക്കുമ്പോ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വാല്യൂ തരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അത് അബ്സല്യൂട്ട് മാക്സിമം പോയിന്റും ഏറ്റവും ചെറിയ വാല്യൂ തരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അത് അബ്സല്യൂട്ട് മിനിമം പോയിന്റ്. അവര് തന്ന കറസ്പോണ്ടിങ് വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്.
ഓക്കെ, പ്രൊസീജിയർ മനസ്സിലായോ? പ്രൊസീജിയർ ശരി. അപ്പൊ ഇനി നേരെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 15x² പ്ലസ് 36x ഇന്റർവെല്ലും തന്നിട്ടുണ്ട്. ഇന്റർവെൽ എന്ന് പറയുന്നത് 1,5. ഈ ഇന്റർവെല്ലിലുള്ള ഇയാളുടെ അബ്സല്യൂട്ട് എക്സ്ട്രീമം കണ്ടുപിടിക്കണം. നിങ്ങൾ എന്നെ നോക്കി പറയൂ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ലേ? ഒരു മറുപടി ഇല്ല. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു മറുപടി ഇല്ല. കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആണ്? ഡിഫറൻഷ്യബിൾ ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യൽ ചെയ്യാൻ പറ്റും. അതൊരു കാരണമാണ്. അത് മാത്രമല്ല, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത്രേ ഉള്ളൂ. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാരണം. ദിസ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷനുകളെല്ലാം കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ആണോ കണ്ടിന്യൂസ് ആയിരിക്കും, അതിലൊന്നും യാതൊരുവിധ സംശയവും വേണ്ട. ശരി, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലാണ്. അപ്പോ ഈ എക്സ്ട്രീം വാല്യൂ തിയറം അനുസരിച്ച് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് അബ്സല്യൂട്ട് മാക്സിമം മിനിമം കാണൂലേ? അങ്ങനെയല്ലേ എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്? അതെ, കാണും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏറ്റവും മിനിമം വാല്യൂ ഉണ്ട്. ശരി, അപ്പൊ നമ്മൾ പ്രൊസീജിയറിലേക്ക് കിടക്കുന്നു. ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ബി 6x² മൈനസ് 30x പ്ലസ് 36. ഒരു 6 കോമൺ എടുക്കുമ്പോൾ ദിസ് വിൽ ബി x² മൈനസ് 5x പ്ലസ് 6. ഇതാണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഒന്നുമില്ല. ഡെറിവേറ്റീവ് ഒരു പോളിനോമിയൽ ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഒന്നുമില്ല. ഡെറിവേറ്റീവ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. എഫ് ഡാഷ് ഓഫ് എക്സിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അതായത് 6 ഒരിക്കലും 0 ആവില്ല. x² മൈനസ് 5x പ്ലസ് 6 ആയിരിക്കും 0 ആവുന്നത്. അപ്പൊ ഇവിടെ x² 6 പ്രോഡക്റ്റ് 6 സം മൈനസ് 5 -2 -3 ആയിരിക്കും ഈക്വൽ ടു 0. എക്സ് കോമൺ എടുക്കുമ്പോൾ x -2 -3 കോമൺ എടുക്കുമ്പോൾ x -2 x -2 കോമൺ എടുക്കുമ്പോൾ x -2 ഇൻറ്റു x -3. അതായത് സൊല്യൂഷൻ x ഈക്വൽ ടു 2ഉം x ഈക്വൽ ടു 3. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി 2ഉം 3ഉം. ഡെറിവേറ്റീവ് ഒരിടത്ത് 0 ഒന്നും ആവുമ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു പോയിന്റും ഇല്ല. 0, 2ഉം 3ഉം കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എല്ലാം ആയി കഴിഞ്ഞു. നമ്മൾ കൺഫേം ചെയ്യണം ക്രിട്ടിക്കൽ പോയിന്റ് എല്ലാം നമ്മുടെ ഇതിന്റെ അകത്താണ്, ഇന്റർവെലിന്റെ അകത്താണ് 2ഉം 3ഉം. അതെ. ഇനി ഇല്ല എങ്കിൽ ഉള്ളവരെ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടിയ 2ഉം 6ഉം ആണെന്ന് വിചാരിച്ചു, നമ്മൾ 2ന്റെ മാത്രം എടുത്താൽ മതി. 6 ഇന്റർവെലിന്റെ വെളിയിലല്ലേ. ഇന്റർവെലിന്റെ വെളിയിലുള്ള ഇരിക്കുന്ന ആളെ നമുക്ക് വേണ്ട. ഇന്റർവെലിന്റെ പുറത്തുള്ള ആളെ നമുക്ക് വേണ്ട. തീരുമാനമാണ്, ഇന്റർവെലിന്റെ പുറത്തുള്ള ആളെ വേണ്ട. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്തായാലും 2ഉം 3 ഇന്റർവെലിന്റെ അകത്തുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പോയിന്റ് 2, 3 കൂടെ 1ഉം 5ഉം കൂടെ എൻഡ് പോയിന്റിനെ കൂടെ എടുത്തോളം അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രൊസീജിയർ. അപ്പൊ ഞാൻ എൻഡ് പോയിന്റിനെ കൂടെ എടുത്തു. എന്നിട്ട് ഇവരെ ഓരോരുത്തരെയായിട്ട് ഫംഗ്ഷനിൽ കൊടുക്കും. എഫ് ഓഫ് 2 ഇൻറ്റു 2 ക്യൂബ് 8 മൈനസ് 15 ഇൻറ്റു 2 സ്ക്വയർ 4 മൈനസ് 36 ഇൻറ്റു 2 ഇൻറ്റു 8 16. ഇവിടെ 60 15 ഇൻറ്റു 4 60 മൈനസ് 72. Therefore ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 16 മൈനസ് 60 132. That is equal to -116 f of 2. ഇനി അടുത്ത f of 3 കാൽക്കുലേറ്റ് ചെയ്യുക. f of 3
2 into 2 cube 27 minus 15 into 2 square 3 square 9 plus 36 into പ്ലസ് ആയിരുന്നു കേട്ടോ, സോറി ഇത് തെറ്റിപ്പോയി കേട്ടോ, എനിക്ക് തെറ്റിപ്പോയി കേട്ടോ, പ്ലസ് ആയിരുന്നു കേട്ടോ. അപ്പോ പ്ലസ് 12 ആണ് കേട്ടോ, പ്ലസ് 12 ആണ്. Therefore, that will be 28. That will be 28. തെറ്റിപ്പോയതാണേ, ഒന്ന് തിരുത്തിക്കൊള്ളണേ. 28. ഇനി അടുത്ത് 3 കൊടുക്കുമ്പോ 36 into 3 2 into 24 54 minus 15 into 9 150 135. Plus 36 into 3 36 into 2 72 plus 36 72 102 108 108. Yeah, 72 plus 36 82 92 102 108. Done. Therefore 54 minus 15 minus 8 27 that will be 27. ഇനി f of 1 എന്ന് പറയുമ്പോൾ 2 into 1 cube 1 minus 15 into 1 square 15 plus 36 into 1. That will be equal to the 15 plus 6 is 21. 21 plus 2 23. F of 1 23. And finally f of 5 2 into 5 cube 125 minus 15 into 5 square 25 plus 36 into 5 that will be 250 minus 15 into 25 15 into 25 375 plus 36 into 5 that will be 180. Therefore 250 minus that will be 55. നമുക്ക് കിട്ടിയ പോയിന്റുകളെല്ലാം എടുത്തു കൊടുത്ത് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിൽ ഏറ്റവും വലുത് 55 ആണ്. ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് 23 ആണ്. ഏറ്റവും വലുത് 55 ഏറ്റവും ചെറുത് 23. Therefore absolute maximum value is 55 at the point x equal to 1, x equal to 5. x equal to 5-ലാണ് ഏറ്റവും വലിയ വാല്യൂ സംഭവിക്കുന്നത്. ആ വാല്യൂ 55 ആണ്. അടുത്ത അബ്സല്യൂട്ട് മിനിമം വാല്യൂ is 23 at the point x equal to 1. x equal to 1-ലാണ് ഏറ്റവും മിനിമം സംഭവിക്കുന്നത്. കഴിഞ്ഞു. അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്തത്. ഫംഗ്ഷന്റെ വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ, അബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂ. ആ പോയിന്റ് അബ്സല്യൂട്ട് എക്സ്ട്രീമം പോയിന്റ്സ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, ഡൺ. അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്ട്രീമം സംഭവിച്ചിരിക്കുന്നത് എൻഡ് പോയിന്റുകളിലാണ്. 1ഉം 5ഉം. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ തിയറമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിനെ കമ്പയർ ചെയ്യരുത്. കാരണം ഇവർ അബ്സല്യൂട്ട് എക്സ്ട്രീമം സംഭവിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റിലാണെന്ന് പറഞ്ഞു. ഈ 1ഉം 5ഉം എൻഡ് പോയിന്റ് ഒന്നും ക്രിട്ടിക്കൽ പോയിന്റ് അല്ല. പക്ഷെ എങ്കിലും അവിടെയാണ് എക്സ്ട്രീമം സംഭവിക്കാം, കുഴപ്പമില്ല. ഇവരിവിടെ പറയുന്നത് എന്താണ്, ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ മാത്രം ക്രിട്ടിക്കൽ പോയിന്റിൽ സംഭവിക്കുന്നതാണ് കേട്ടോ.
ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റിലേ സംഭവിക്കൂ, അല്ലാതെ വേറൊരു പോയിന്റിൽ സംഭവിക്കത്തില്ല. ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്പൺ ഇന്റർവെൽ അല്ലല്ലോ, ക്ലോസ്ഡ് ഇന്റർവെല്ലല്ലോ. ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ സംഭവിക്കാം, പ്രശ്നമില്ല. ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ സംഭവിക്കാൻ കുഴപ്പമില്ല. പിടികിട്ടിയല്ല? ശരി, ഡൺ. ഇനി ജസ്റ്റ് നമുക്ക് അയാളുടെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഫിഗർ നമ്മുടെ ഇക്വേഷൻ 2x ക്യൂബ് മൈനസ് 15x സ്ക്വയർ പ്ലസ് 36 into x. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് സൂം ഔട്ട് ചെയ്യാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് കണ്ടറിയാം ഈ ഒരു ഫംഗ്ഷന്റെ പോക്ക് ഇങ്ങനെയാണ്. ഈ ഒരു ഫംഗ്ഷന്റെ പോക്ക് ഇതാ ഇങ്ങനെയാണ്. നിങ്ങളൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ചെറിയ ആ കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. അതൊക്കെ വെച്ചാൽ 2 കൊടുത്താൽ 28 കിട്ടി. പിന്നെ അടുത്തെന്താണ് 3 കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു 27 എന്തോ വന്നിരിക്കുകയാണ്. 27 എന്തോ വന്നിരിക്കുകയാണ്. അതാണ് ഈ കണ്ടത് കേട്ടോ, ഇവിടെ കണ്ടത്. നിങ്ങൾക്ക് ആലോചിക്കാവൂ ഇതൊരു മാക്സിമം അല്ലേ, ഇതൊരു മിനിമം അല്ലേ എന്ന്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്ത ഇന്റർവെല്ലേ 1 തൊട്ട് 5 വരെയാണ്. 1 തൊട്ട് 5 വരെയാണ്. 1 തൊട്ട് 5 വരെ എടുക്കുമ്പോൾ 1-ലുള്ള മാക്സിമം വാല്യൂ 5-ലുള്ള മാക്സിമം വാല്യൂ ആണ് കിട്ടിയത്. പക്ഷെ ഈ ഫംഗ്ഷൻ 1-ലും 5-ലും നിൽക്കുന്ന ഫംഗ്ഷൻ അല്ല. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. അത് 1-ലും 5-ലും നിൽക്കുന്ന ഫംഗ്ഷൻ അല്ല. അതിങ്ങനെ വലുതായി വലുതായി പൊക്കോണ്ടിരിക്കുന്ന ഫംഗ്ഷനാണ്. വലുതായി ഇങ്ങനെ വലിപ്പം വെച്ച് പൊക്കോണ്ടിരിക്കുന്ന ഫംഗ്ഷനാണ്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. പക്ഷെ നമുക്കിവിടെ ഡിസ്കഷൻ 1 to 5 എന്ന ഇന്റർവെല്ലിലുള്ള കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. 1 to 5 എന്ന ഇന്റർവെല്ലിലുള്ള കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചത്, അവിടെ മാക്സിമം മിനിമം വാല്യൂ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ 5-ലാണോ ഏറ്റവും വലുത്, ഈ ഒരു പോയിന്റിലാണ് 5, ഇവിടെ ആയിരിക്കും 5 ഉണ്ടാവുന്നത്, ഈ ഒരു പോയിന്റിൽ. പക്ഷെ അതിനേക്കാൾ വലിയ വാല്യൂ ഫംഗ്ഷൻ തരുന്നുണ്ട്. അത് പിന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. അതിനേക്കാൾ വലിയ വാല്യൂ ഒക്കെ ഇവിടെ 6 ഒക്കെ തരും. 6 അല്ല, 6 എത്തിയത് പോലും ഇല്ല, ഇവിടെയൊക്കെ തരും. അപ്പൊ അത് വലിയ കാര്യമല്ല. ഇപ്പൊ 55 5 തരുന്ന വാല്യൂ. 55-ലോട്ട് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. 55 ഇപ്പൊ 5 തന്നിട്ടുണ്ടാവും. 55 ഈ 5. പക്ഷെ അതിനേക്കാൾ വലിയ വാല്യൂ ഫംഗ്ഷൻ തരുന്നുണ്ട്. 55-നേക്കാൾ വലിയ വാല്യൂ ഫംഗ്ഷൻ തരുന്നുണ്ട്. അതാ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. 60 ഒക്കെ തരുന്നുണ്ട്. പക്ഷെ 60-ന്റെ അവിടെ. അപ്പൊ എന്താണ് വലിയ വാല്യൂ, ഇതിനേക്കാൾ നമ്മളിപ്പോ കണ്ടുപിടിച്ചതിനേക്കാൾ വലിയ വാല്യൂ തരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കിയത് എന്താണ്, ഇന്റർവെൽ. ആ ചെറിയ ഇന്റർവെല്ലിലുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. Yes, sir. ഓക്കെ, ശരി, ഡൺ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the absolute extrema of f of x is equal to 6x raised to 4 by 3 minus 3x raised to 1 by 3 on the interval minus 1, 1. Minus 1, 1. ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ലേ? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? ആര്യക്കൊന്നും തോന്നുന്നില്ലേ?
കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. ഓക്കെ ഡാ. നിങ്ങളത് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ഒന്നും അല്ല. ഇയാൾ കണ്ടിന്യൂസ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നെഗറ്റീവ് പവർ ഒന്നുമില്ല. നെഗറ്റീവ് പവർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് സംശയിച്ചാൽ പറയാൻ പാടുള്ളൂ. നെഗറ്റീവ് പവർ ഒന്നുമില്ല, അതുകൊണ്ട് സംശയിക്കേണ്ട. മാത്രമല്ല ക്യൂബ് റൂട്ടാണ്. സ്ക്വയർ റൂട്ട് ആണെങ്കിലും പ്രശ്നമല്ല. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ ക്യൂബ് റൂട്ട് ആയിരിക്കും. ഡിവൈഡഡ് ബൈ 4 ആണെങ്കിൽ ഫോർത്ത് റൂട്ട് ആയിരിക്കും. ഡിവൈഡഡ് ബൈ 2 ആയിരുന്നെങ്കിൽ സ്ക്വയർ റൂട്ട് ആയേനെ. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ എങ്ങാനും കൊടുക്കാനൊന്നും പറ്റില്ല. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ എന്തായാലും ആ ഒരു കുഴപ്പമില്ല. ക്യൂബ് റൂട്ട് ആകുമ്പോൾ നെഗറ്റീവ് നമ്പറൊക്കെ അക്സെപ്റ്റ് ചെയ്തോളൂ. അപ്പൊ ഇയാള് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്, ക്ലോസ് ഇന്റർവെല്ലാണ്. അപ്പൊ ഉറപ്പായിട്ടും എക്സ്ട്രീം വാല്യൂ തിയറം അനുസരിച്ച് ഇയാൾക്ക് ഒരു മാക്സിമം മിനിമം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായി ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. 6 × 4/3 x⁻⁴/3 - 1. 4/3 - 1 1/3. ഇനി -3 × 1/3 × x⁻⁴ - 1/3 - 1 1/3 - 1 -2/3. ഇത് വെട്ടിക്കളയും. 2 × 4 8 x⁻⁴ - x⁻⁻ 2/3. ഓക്കെ ട്ടാ. അപ്പോ ഞാൻ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 8 x⁻⁴ മൈനസ് 1/x⁻²/3 നെഗറ്റീവ് പവർ ആണ്. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 × x⁻⁴ × x⁻²/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ x⁻²/3. Therefore, this is equal to 8 × x⁻⁴ plus 2/3, 3/3 x minus 1/x⁻²/3. കിട്ടി. ഇതാ നമ്മുടെ ഡെറിവേറ്റീവായി. നിങ്ങൾ ആലോചിക്കണം, നെഗറ്റീവ് പവർ ആവുമ്പോ സൂക്ഷിക്കണം. അയാളെ റെസിപ്രോക്കൽ എടുത്ത് ഇതേപോലെ കൊണ്ടെത്തിക്കണമെന്ന് ഞാനൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. ശരി. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡെറിവേറ്റീവ് എവിടെയെങ്കിലും എക്സിസ്റ്റ് ആവൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 0. 0. ഡിനോമിനേറ്റർ 0 ആവുമ്പോൾ എക്സിസ്റ്റ് ആവില്ല. അതായത് x = 0 f ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഡസ് നോട്ട് എക്സിസ്റ്റ്, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി അടുത്ത എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ്. ഇത് 0 ആവണമെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ 0 ആവണം. അതായത് എക്സ് 1/8 ആവണം. അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0 കിട്ടി, 1/8 കിട്ടി. രണ്ടുപേരും ഈ ഇന്റർവെലിന്റെ അകത്തുണ്ട്. 0 1/8 ഈ ഇന്റർവെലിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും സ്വീകരിക്കാം. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പോയിന്റ് x = 0, x = 1/8 ആൻഡ് x = -1, x = 1. ഇത്രയും പോയിന്റ് നമ്മുടെ ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കണം. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 6x⁻⁴/3 - 2x⁻⁴/1/3. 6x⁻⁴/3 0, 0/4/3 0, 3 × 0/1/3, 0 anything is 0. ഇനി f of 1/8 ശ്രദ്ധിക്കണം. 1/8 which is equal to 6 1/8⁴/3 minus 3 into 1/8⁴/1/3. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചത് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പോകുന്നില്ല. 6 into 1നെ 1³ എന്ന് എഴുതാം, 8നെ 2³ എന്ന് എഴുതാം, raised to 1/3 the whole raised to 4 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. 4/3 ആണല്ലോ, 1/3 raised to 4 എന്ന് എഴുതാം. മൈനസ് 3 into 1/3നെ 1³/2³ raised to 1/3. ഇത് പവർ 3 ആണ്, √3. അപ്പൊ ഇത് 1/2 ആവും. 1/2 raised to 4 മൈനസ് 1/3 ആണ്, പവർ 3 ആണ്, വെളിയിൽ 1/3. അപ്പൊ അത് 1/2 തന്നെയായി മാറും.
That will be 6 by 1 raised to 4 is 1, 2 raised to 4 is 16 minus 3 by 2. ഇത് വെട്ടിക്കളയാം, ഇത് 3 ആകും, ഇത് 8 ആകും. അതായത് 3 by 8 minus 3 by 2. 3 by 8 minus 3 by 2. സെയിം ആക്കാനായിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 12. That will be minus 9 by 8. Minus 9 by 8. 1 by 8 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus 9 by 8. ഇനി അടുത്ത് എഫ് ഓഫ് മൈനസ് 1 കൊടുക്കുന്നു. എഫ് ഓഫ് മൈനസ് 1 6 into minus 1 raised to 4 by 3 minus 3 into minus 1 raised to 1 by 3. 1 by 3 എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ആണ്, മനസ്സിലാക്കുക. minus 1 raised to 1 by 3 the whole raised to 4 minus 3 into minus 1 raised to 1 by 3. Cube root of minus 1 minus 1 ആണ്. അപ്പൊ 6 into minus 1 raised to 4 minus 3 into minus 1. Therefore 6 plus 3 9. 6 plus 3 9. ഇനി അടുത്ത f of 1 6 into 1 raised to 4 by 3 minus 3 into 1 raised to 4 by 3. 1 by 3. 1 raised to anything is 1. 1 raised to anything is 1. Therefore 6 minus 3 3. 6 minus 3 3. അപ്പൊ നിങ്ങൾക്ക് കണ്ടാ അറിയാം മാക്സിമം വാല്യൂ 9 മിനിമം വാല്യൂ നെഗറ്റീവ് minus 9 by 8 ആണ്. മാക്സിമം വാല്യൂ 1 മാക്സിമം വാല്യൂ 9 മാക്സിമം വാല്യൂ 9 മിനിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ minus 9 by 3 ആണ്. Therefore the maximum absolute maximum ആണ് കേട്ടോ. absolute maximum value is 9 at x equal to minus 1. Absolute minimum value is minus 9 by 8. Is minus 9 by 8 at x equal to 1 by 8. Absolute maximum value, absolute minimum value കണ്ടുപിടിച്ച് കഴിഞ്ഞു.